ഇന്ന് ഒരു ചരിത്രത്തിലൂടെ നമുക്ക് കടന്നു പോവാം. നമുക്ക് അത്രമേൽ പരിചിതമില്ലാത്ത ഒരു സഹാബിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മക്കയിൽ ഇസ്ലാം വ്യാപിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ മദീനയിലേക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നുണ്ട്. അതിൽപ്പെട്ടതായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹും മിസ്അബ് റളിയല്ലാഹു അൻഹും ഒക്കെ. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി ദഅവത്ത് തുടങ്ങുന്ന സമയത്ത് തൻ്റെ നാട്ടിലെത്തിയ പുതിയ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം പുരട്ടിയ കടാരം പിറകിൽ വെച്ചിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരികയാണ്. അദ്ദേഹം നടന്നു വരുന്ന സമയത്ത് ജനങ്ങളിൽ ഒരാൾ പറയുന്നുണ്ട്, അദ്ദേഹം ഈ നാട്ടിലെ ഗോത്രത്തലവനാണ്, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് പേരെ ഇസ്ലാമിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സാധിക്കും. സഅദ് റളിയല്ലാഹു അൻഹു സദസ്സിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ഖുർആനിക സൂക്തങ്ങൾ മിസ്അബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയും സഅദ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയും ചെയ്യാണ്. അപ്പോൾ മിസ്അബ് അത് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത ദിവ്യബോധനമാണിത്. ആ സമയത്ത് തന്നെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. നേരെ തൻ്റെ ഗോത്രമായ ബനു അശ്ഹൽ ഗോത്രത്തിലേക്ക് പോവുകയും അവിടെയുള്ള ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, ഒറ്റ രാത്രി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ തൻ്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യൻ മാത്രം ഇസ്ലാം സ്വീകരിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം ഉഹദ് നടക്കാൻ നിൽക്കുമ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉടുമുണ്ട് മാത്രമേ അദ്ദേഹം ധരിച്ചിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം വന്ന് പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അദ്ദേഹം എന്നിട്ട് നേരെ ഉഹദിൻ്റെ രണാങ്കളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുന്ന ആ എടുത്ത് ചാടിയ ഉടനെ അദ്ദേഹം ശത്രുവിൻ്റെ വെട്ടേറ്റ് ഷഹീദാവുക. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമല ഖലീലൻ വനാല കസീറ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു സുജൂദ് പോലും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടില്ല, ഒരു റുക്കൂ പോലും ചെയ്തിട്ടില്ല, ഒരു പേജ് പോലും ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല. വളരെ തുച്ഛമായ കാര്യം ചെയ്ത് അദ്ദേഹം ഒരുപാട് നേടി. ഞാൻ പറഞ്ഞു വരുന്നത്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിലാണ്